മേഘ്ല മിസ്സാണ്. അപ്പോൾ ദാ മക്കളെല്ലാവരും ഓണപ്പരീക്ഷയൊക്കെ അടിപൊളിയായിട്ട് എഴുതി ഓണമൊക്കെ ആഘോഷിച്ച് നമ്മുടെ വെക്കേഷനൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്തിരിക്കുകയായിരിക്കും അല്ലേ. ഇനി നമ്മുടെ മുമ്പിലുള്ളത് നമ്മുടെ ക്രിസ്മസ് എക്സാം ആണ്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് കുറച്ച് പ്ലാനിങ് ഒക്കെ നമ്മൾ കൊണ്ടുവരണ്ടേ. കാരണം ഓണപ്പരീക്ഷയ്ക്ക് ഇനിയിപ്പോൾ ഇതാ ആൻസർ ഷീറ്റ് കിട്ടുന്ന സമയത്ത് നമുക്കറിയാം കുറേ ആളുകൾക്കൊക്കെ എന്താണ് ഫുൾ എ ഗ്രേഡ് മേടിച്ചിട്ടുണ്ടാവും, കുറച്ച് പേർക്കൊക്കെ എ ഗ്രേഡിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, ഒന്നുകൂടെ ഒന്ന് റെഡി ആക്കേണ്ടതുണ്ട് അല്ലേ. ഈ അക്കാദമിക് ഇയറിൽ നമ്മൾ ആദ്യമായിട്ട് എഴുതിയ പരീക്ഷയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും. ചിലർക്ക് ചില വാക്കുകളൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെ എന്തൊക്കെയാണ് നമ്മുടെ ബുദ്ധിമുട്ട് എന്നുള്ളത് ആൻസർ ഷീറ്റ് കിട്ടുന്ന സമയത്ത് നമ്മൾ തന്നെ എന്ത് ചെയ്യണം, നോക്കി മനസ്സിലാക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ സബ്ജക്റ്റ് പഠിക്കാനായിട്ട് കുറച്ച് സമയം നമ്മൾ മാറ്റിവെക്കണം. അതുപോലെ കാര്യങ്ങളൊക്കെ എഴുതി പഠിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സമയം മാറ്റിവെക്കണം അല്ലേ. അതായത് കൃത്യമായിട്ട് നമ്മൾ കാര്യങ്ങൾ എന്ത് ചെയ്യണം, പ്ലാൻ ചെയ്യണം. അപ്പം നല്ല പ്ലാനിങ്ങോടുകൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് പോവുകയാണെങ്കിൽ ക്രിസ്മസ് എക്സാം നമുക്ക് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് എഴുതാനായിട്ട് പറ്റും. കാരണം മക്കൾ ഓർത്ത് നോക്കിയേ, ഇപ്പം നമുക്ക് കുറച്ച് എന്താണ് ആ യൂണിറ്റുകളെ ഉണ്ടായിരുന്നുള്ളൂ, കുറച്ച് ചാപ്റ്റേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ക്രിസ്മസ് എക്സാം ആകുമ്പോഴത്തേക്ക് അതിൻ്റെയൊക്കെ എണ്ണം കൂടുകയാണ്. അപ്പോൾ EVSൻ്റെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ കുറച്ചധികം വാക്കുകളൊക്കെ ഇനിയും നമുക്ക് പഠിക്കേണ്ടതുണ്ട് അല്ലേ. അപ്പോൾ മിസ് പറഞ്ഞ പോലെ അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, വളരെ അടിപൊളിയായിട്ട് തന്നെ നമ്മൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. അപ്പോൾ ഇതാ മക്കളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ഒന്നും കൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല അല്ലേ. നമ്മളെല്ലാവരും ഉണ്ട്, സൈലം ഉണ്ട്. അപ്പോൾ മക്കൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ സൈലത്തിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാവരോടും പറയാം അതാ ഇവിടെ ലൈവ് ക്ലാസ്സുകൾ വരാൻ പോവുകയാണ്, നമ്മുടെ അടുത്ത ചാപ്റ്റേഴ്സ് ഒക്കെ തുടങ്ങാൻ പോവുകയാണ്. അതുപോലെ ഇതാ കുഞ്ഞു കുഞ്ഞു വീഡിയോസും ഷോർട്സും ഒക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക, എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടിയിട്ട് വേണം നമ്മുടെ ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരോടും എന്ത് ചെയ്യാൻ പറയാം, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറയാം. അടിപൊളിയായിട്ട് നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാം, ക്ലാസ്സുകളൊക്കെ ഉഷാറാക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളിൽ നമുക്ക് വീണ്ടും കാണാടാ. അതുവരെ എല്ലാവർക്കും ബൈ.